അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം. അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 27-ാം അധ്യായത്തിൽ 43-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ മകനെ എൻ്റെ വാക്ക് കേൾക്ക. ആകയാൽ മകനെ എൻ്റെ വാക്ക് കേൾക്ക. യാക്കോബിനോട് റിബേക്ക പറയുകയാണ്, അമ്മ പറയുകയാണ് മോനോട്, മോനെ നീ എൻ്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോക. നീ അങ്ങ് ദൂരെ ഹാരാനിലേക്ക്, എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കിലേക്ക്, മെസപ്പൊട്ടോമിയൻ സമതലത്തിലുള്ള ഹാരാനിലേക്ക് നീ ഓടിപ്പോകാം. നിന്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവൻ്റെ അടുക്കൽ പാർക്ക. കുറച്ചു കാലം നീ അവിടെ പോയി പാർക്കൂ. കുറച്ചു കാലം. ആ കുറച്ചു കാലം കൊണ്ട് നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കോപം ശമിച്ചുകൊള്ളും. കോപമുണ്ട് അവന്, നിന്നെ കൊല്ലുവാനവന് പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ സാരമില്ല, അവൻ്റെ കോപം ശമിച്ചുകൊള്ളും. കുറച്ചു കാലം മാത്രം. നിൻ്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവൻ്റെ അടുക്കൽ പാർക്ക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക. അവൻ്റെ കോപം മാറുന്നതുവരെ നീ അവിടെ പോയി താമസിച്ചുകൊള്ളൂ. എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കൽ നീ പോയി പാർത്തുകൊള്ളൂ. നിൻ്റെ സഹോദരൻ്റെ കോപം മാറുന്നതുവരെ നിൻ്റെ അമ്മാവൻ്റെ, എൻ്റെ സഹോദരൻ്റെ അടുക്കൽ നീ പോയി പാർത്തുകൊള്ളൂ. അവൻ്റെ കോപം ശമിച്ചതിന് ശേഷം നിനക്ക് മടങ്ങി വരാമല്ലോ. നിൻ്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. നല്ലൊരു പ്ലാനായിരുന്നു റിബേക്കയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആളയച്ച് വരുത്താമെന്നാണ്.
മകനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറ്റും, ഏതാനും നാളത്തേക്കൊന്ന് മാറി നിന്നുകൊള്ളട്ടെ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ലാബാൻ്റെ അടുക്കൽ നിന്ന് യാക്കോബ് മടങ്ങി വരുന്നതിന് ആളയക്കാൻ കഴിഞ്ഞില്ല, പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ല. ആൾ വിട്ടല്ല യാക്കോബ് മടങ്ങി വരുന്നത്. പക്ഷേ യാക്കോബ് മടങ്ങി വരുന്നതിന് മുൻപ് റിബേക്ക അമ്മ മരിച്ചു പോയിരുന്നു. ഈ മോനെ പിന്നെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല, യാക്കോബിന് അമ്മയെയും കാണാൻ കഴിഞ്ഞില്ല. അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അനുഗ്രഹീതമായ ഒരു തറവാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എന്ന് നാം പറയുന്നതായ ശ്രേഷ്ഠമായ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലാണ്, ആ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വലിയ അനർത്ഥം സംഭവിക്കുന്നത്. മകനായ യാക്കോബിന് അമ്മയുടെ മരണം കാണാനൊത്തില്ല, അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനൊത്തില്ല, അമ്മയെ ഒടുവിലായി യാത്ര അയക്കാൻ പറ്റിയില്ല. യാക്കോബ് അന്ന് പോയതായ പോക്ക് തിരികെ വരുന്നതിന് മുൻപ് തന്നെ റിബേക്ക ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മയുടെ ആഗ്രഹം മോനെ ആളയച്ച് വരുത്താമെന്നായിരുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ പ്രായോഗികമായ ഒരു ആശയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ക്രമീകരിച്ചാലും നാം പ്ലാൻ ചെയ്താലും എല്ലാം ക്ഷണികമായ പ്ലാനിങ്ങുകൾ മാത്രം, എല്ലാം താൽക്കാലികമായ കാര്യങ്ങൾ മാത്രം. നാളെ എന്ത് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്, പല കാര്യങ്ങൾ നാം ഭാവനയിൽ കാണുന്നുണ്ട്. നമ്മിൽ പലർക്കും പല സ്വപ്നങ്ങളുണ്ട്, നല്ല നല്ല പ്രതീക്ഷകളുണ്ട്. ഭാവിയിലെ പല സംഗതികളെക്കുറിച്ചും മോഹനമായ സ്വപ്നങ്ങൾ നാം നെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം സാധിക്കാൻ പോകുന്നോ ഇല്ലയോ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും കഴിയും തോറും എന്തെന്തെല്ലാം മാറ്റങ്ങളാണ് ഈ പ്രകൃതിയിൽ കാണുന്നത്, ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. എത്ര വേഗമാണ് കാര്യങ്ങൾ ദ്രുതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം ക്ഷണികമാണ് എന്നറിഞ്ഞുകൊണ്ട് നാം മുറുകെ പിടിക്കണം കർത്താവായ യേശുവിനെ. യേശുവിനെ മാറ്റമില്ല. എന്തെല്ലാം മാറിയാലും യേശുക്രിസ്തു മാറുകയില്ല. ആരെല്ലാം വിട്ടു പോയാലും യേശു വിട്ടു പോവുകയില്ല. മനുഷ്യരെ മറക്കും, മനുഷ്യർ മാറിപ്പോകും, മനുഷ്യൻ്റെ ആശയഗതികൾക്ക് മാറ്റം വരും, മനുഷ്യൻ്റെ സ്നേഹത്തിന് മാറ്റം വരും, മനുഷ്യൻ്റെ സഹായത്തിന് മാറ്റം വരും, മനുഷ്യൻ്റെ പ്രകൃതങ്ങൾക്ക് മാറ്റം വരും. പക്ഷേ നിത്യനായ ക്രിസ്തുവിൻ്റെ സ്വഭാവം മാറുകയില്ല. അവന് സ്വഭാവത്തിൽ മാറ്റം വരികയില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അവന് വ്യത്യാസം വരികയില്ല. യാതൊരു ഗതിഭേദവും അവനെ വന്ന് കവർ ചെയ്യുകയില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അവനെ മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അവൻ്റെ ആശയഗതിയെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. യേശുക്രിസ്തു മാറ്റമില്ലാത്തനായി നിൽക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തനായ ക്രിസ്തു. എബ്രായ ലേഖനകർത്താവ് പറയും, യേശുക്രിസ്തു ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യൻ തന്നെയെന്ന്. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഒരു മാറ്റവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ നാം കണ്ടവരാണ്. നമ്മുടെ ആരോഗ്യം മാറുന്നു, നമ്മുടെ സമ്പത്ത് മാറുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർ മാറുന്നു, നമ്മുടെ സഹായികൾ മാറുന്നു, നമ്മെ ഉപദ്രവിച്ചവർ മാറുന്നു, പലതും പലതും മാറുന്നു. എന്നാൽ ഓർക്കുക, മാറാത്തവനായ യേശു എഴുന്നേറ്റ് ഉയർന്നു നിൽക്കുന്നു. യേശുവിൻ്റെ കരത്തിന് കീഴിലേക്ക് നമുക്ക് വരാൻ കഴിയുമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ജീവിതം അർപ്പണം ചെയ്യാൻ കഴിയുമെങ്കിൽ നാം ആയിരിക്കും ഭാഗ്യശാലികൾ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാൻ കഴിയുക. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു സൗഭാഗ്യകരമായ അനുഭവമാണെന്നോ. യേശു ജീവിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം വേർതിരിക്കുന്നതാണ് ഏറ്റവും മഹത്തായ അനുഭവം, ശ്രേഷ്ഠമായ അനുഭവം. വിലപ്പെട്ടതിന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിച്ച് വയ്ക്കുകയാണ്. എല്ലാം മാറുമ്പോഴും മാറാത്തവനായ ക്രിസ്തുവിനെ നമ്മുടെ നാഥനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ സാധിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ നാം കാണും, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന്. വീണ്ടും കാണും, മോശ ദൈവത്തോട് കൂടെ നടന്നു എന്ന്.
വീണ്ടും കാണും നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന്, അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നു എന്ന്. വിശുദ്ധന്മാർ ദൈവത്തോട് നടന്നവരാണ്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? അക്ഷരീയമായി ഒരു മനുഷ്യരൂപമായി ദൈവം ഇങ്ങനെ മനുഷ്യനെ പോലെ നമ്മുടെ കൂടെ നടക്കുന്നു എന്നല്ല സഹോദരങ്ങളെ. ഇത് നാം അനുഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നത് നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കരം നമ്മെ തലോടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കരം നമ്മുടെ ശിരസിൽ വയ്ക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. വേദനിച്ച് പൊളയുന്ന സമയങ്ങളിൽ, മനസ്സ് ദുഃഖിച്ച് അഴലുന്ന സമയങ്ങളിൽ, നാളെയെക്കുറിച്ചുള്ളതായ ആശങ്കകൾ നമ്മെ ആകുലരാക്കുന്ന നിമിഷങ്ങളിൽ, അപ്പോൾ യേശുവിൻ്റെ തൃക്കരം വന്ന് നമ്മെ തലോടുന്നതും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയാൻ കഴിയും. യഹോവ നല്ലവെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ നാഥനായ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുക. ഈ മഹാഭാഗ്യം നാം അനുഭവിക്കുമ്പോഴാണ് കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്ത്, ദുരിതങ്ങളുള്ള ലോകത്ത്, ഞെരുക്കങ്ങളും യാതനകളുള്ളതായ ലോകത്ത് അനേകം പ്രതിസന്ധികൾ വന്ന് നമ്മെ ആഞ്ഞടിച്ച് തകർക്കുന്നതായി ഈ ലോകത്ത് നമുക്ക് ധൈര്യം ലഭിക്കുന്നത്, അത്യുന്നതൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. ഭക്തന്മാർ അങ്ങനെയായിരുന്നു. ഭക്തന്മാർ യേശുവിനോട് നടന്നവരായിരുന്നു. ഭക്തന്മാർ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ തൃക്കരത്തിൻ്റെ തലോടൽ അത് ഏൽക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ രോഗശൈലിയിൽ കിടന്നിട്ടുണ്ടല്ലോ. രോഗശൈലിയിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളെ തലോടുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉറങ്ങാത്ത രാവുകളിൽ, നിങ്ങൾക്ക് ഉറക്കം വരാത്ത വേളകളിൽ യേശുക്രിസ്തു വന്ന് നിങ്ങളെ താങ്ങുന്നത്, നിങ്ങളെ തലോടുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതം കുറേ തത്വചിന്തകളിൽ മാത്രം അധിഷ്ഠിതമായതല്ല. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ പിൻബലമുള്ളതാണ്. അനുഭവമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമില്ല. അനുഭവം വേണം. യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായൊരു ബന്ധം. നാം ഈ ഭൂമിയിൽ നമ്മുടെ മാതാവിനോട് അടുത്ത ബന്ധം പുലർത്തുന്നത് പോലെ, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് അടുത്ത ബന്ധം പുലർത്തുന്നത് പോലെ, മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട് ഏറ്റവും അടുത്ത ഇൻറ്റിമസി പുലർത്തുന്നത് പോലെ, ഏറ്റവും നല്ല അടുപ്പം പുലർത്തുന്നത് പോലെ ക്രിസ്തുവിനോട് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധം പുലർത്താം. ക്രിസ്തുവിനെ നമുക്ക് തൊട്ടറിയാം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ഞങ്ങൾ തൊട്ടത്. നമുക്ക് വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവന്റെ വചനം അത് ആദ്യം മുതലുള്ളതാണ്. അത് അനാദികാലം മുതലേ ഉള്ളതാണ്. ആദ്യം മുതലുള്ളത്. ഞങ്ങളുടെ കാത് കേട്ടത്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ആ ജീവൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ക്രിസ്തുവാണ്. വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർക്കുന്ന ദൈവം 2000 വർഷം മുൻപ് അങ്ങ് ബേത്ലഹേമിൽ പിറന്നുവെന്ന് ചരിത്രത്തിൽ നാം വായിച്ചറിയുന്നത് പോലല്ല. അതൊരു ചരിത്ര വസ്തുതയായി മാത്രം അവശേഷിക്കേണ്ടതല്ല. അത് 2000 വർഷം മുമ്പ് കാലത്ത് നടന്നതായ ഒരു സംഭവമായിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു, ആ ക്രിസ്തു ഇന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുവാനുള്ളതായ ഒരു ധൈര്യം, അത് വെറുതെയുള്ളതായ ഒരു ചിന്തയല്ല, ഒരു ഭാവനയല്ല, അതൊരു ഊഹമല്ല. നേരെ മറിച്ച് അതൊരു സജീവമായ അനുഭവമാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ അനുഭവത്തിൻ്റെ ഉടമകളായി മാറുക. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള അനുഭവം. യേശുക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ പാപത്തിന് അവിടെ സ്ഥാനമില്ല. അത് മാത്രം നോക്കിയാൽ മതി. അവിടെ വ്യാജത്തിന് സ്ഥാനമില്ല, അവിടെ കാപട്യത്തിന് ഇടമില്ല, അവിടെ വഞ്ചനയ്ക്ക് ഇടമില്ല, അവിടെ സൂത്രവും കൗശലവുമില്ല, അവിടെ വ്യാജഭാവവുമില്ല, അവിടെ കള്ളത്തരങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ വിമർശനങ്ങളില്ല, അവിടെ പരദൂഷണമില്ല, അവിടെ വൈരാഗ്യമില്ല, അവിടെ വഴക്കില്ല, പിണക്കമില്ല, കലഹമില്ല, വൈരുദ്ധ്യമില്ല, അവിടെ അസൂയയില്ല, പകയില്ല, കോപമില്ല, അവിടെ അശുദ്ധിയില്ല, അവിടെ അഹങ്കാരമില്ല, അവിടെ സ്വയമില്ല.
പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ കണികയില്ല, കാരണമോട് വെളിച്ചം മാത്രമാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അനുഭവം. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമായി അനുഭവിക്കേണ്ടതാണ്, പ്രായോഗികമായി നാം സ്വന്തമാക്കേണ്ടതാണ്. ഈ അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. നാം ചിലതെല്ലാം വായിച്ചിട്ടുണ്ട്, നാം വേദപുസ്തകം വായിക്കുന്നുണ്ട്, നാം നമസ്കാരങ്ങൾ ചൊല്ലുന്നുണ്ട്, നാം പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, നാം തിരുവചനം കേൾക്കുന്നുണ്ട്, നാം ദൈവവേല ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ നാം നിവർത്തിക്കുന്നതായ കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും കൊണ്ടും ക്രിസ്തീയ ജീവിതം തങ്ങി നിൽക്കാൻ പാടില്ല. യേശു ക്രിസ്തു എന്ന ആ പരമോന്നത പുരുഷനുമായുള്ള ഒരു സ്നേഹത്തിൻ്റെ ബന്ധമാണത്. യേശു ക്രിസ്തുവിനുള്ള സ്നേഹബന്ധം അതൊരു ദൃഢമായ ബന്ധമാണ്. അതൊരു സ്നേഹത്തിൻ്റെ ഗാഠമായ ബന്ധമാണ്. അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ബന്ധത്തിൻ്റെ സന്തോഷ തികവാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരങ്ങൾ വരില്ല എന്നല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ല എന്നല്ല. ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗമുണ്ട്, വേദനയുണ്ട്, കടമുണ്ട്, ഞെരുക്കമുണ്ട്, പൈസയുടെ കഷ്ടപ്പാടുണ്ട്, അനേകം പ്രതിസന്ധികളുണ്ട്. ഈ ലോക ജീവിതം അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരദൃശ്യ കരം നമ്മെ തലോടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിൻ്റെ കരം നമ്മെ താങ്ങുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു തരാം, നിങ്ങളിത് ഏതാനും പേർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. ചിലർക്ക് മാത്രമായി ദൈവം മാറ്റിവെച്ചിരിക്കുന്നതാണെന്ന് കരുതരുത്. ഇത് യാതൊരാൾക്കും ലഭിക്കുന്നതാണ്. ആ കാര്യത്തിൽ മുഖപക്ഷമില്ല. അപ്പോസ്തലനായ പത്രോസ് അങ്ങ് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവസന്നിധിയിൽ ആര് യാചിച്ചാലും അവരുടെ അടുക്കിലേക്ക് വരുന്നവനാണ് ദൈവം. ആര് ചോദിച്ചാലും തരുന്നവനാണ് ദൈവം. അതിന് വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, അതിന് പണമോ സമ്പത്തോ വേണ്ട, അതിന് ശരീര സൗന്ദര്യമോ ആരോഗ്യമോ വേണ്ട, അതിന് യാതൊരു വ്യവസ്ഥയുമില്ല. ആർക്കും തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിന് മുമ്പിൽ നാം എല്ലാം തുല്യരാണ്. ആരും ആരെയുംകാൾ ഭേദമല്ല, ആരും ആരെയുംകാൾ ഉയർന്നതല്ല, ആരും ആരെയുംകാൾ താണതല്ല. നാം എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ്. ദൈവം നമ്മെ ഒരുപോലെ കാണുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മകുടമായി നാം കാണുന്നത് ഗോകുൽത്തായിലെ കുരിശിൽ കർത്താവായ യേശു പിടഞ്ഞു മരിക്കുമ്പോഴാണ്. ആ സ്നേഹമാണ് പിടയുന്നത്. മനുഷ്യന് വരുന്ന അനർത്ഥത്തെ കണ്ടുള്ളതായ വേദനയുടെ പിടച്ചിലാണ് ആ കുരിശിന്മേൽ നാം കാണുന്നത്. മനുഷ്യൻ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ടുള്ളതായ ദൈവസ്നേഹത്തിൻ്റെ വേദനയാണ് കുരിശിൽ നാം കാണുന്നത്. പാപത്തിൻ്റെ ഭയാനകമായ ശിക്ഷയാണ് കുരിശിന്മേൽ നാം കാണുന്നത്. പാപിയായ എൻ്റെ പാപത്തെ മുഴുവൻ വഹിച്ചുള്ള ദൈവോത്തരൻ്റെ അദമ്യമായ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ പ്രദർശനമാണ് കുരിശിൽ നാം കാണുന്നത്. കർത്താവായ യേശു കുരിശിന്മേൽ കിടന്ന് പിടയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ജീവരക്തം ഊറ്റിയ സ്നേഹം, സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്നേഹം നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നൃത്തം ചെയ്യുകയാണ്. ഈ സ്നേഹം നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടുകയാണ്. മകളെ, നീ എന്തിനു വാടിയിരിക്കുന്നു? യൗവനക്കാരാ, നീ എന്തിന് മ്ലാനവതനായിരിക്കുന്നു? സ്നേഹിത, നീ എന്തിന് വിഷാദ വിവശനായിരിക്കുന്നു? നിനക്ക് നാഥനില്ലയോ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം മാറ്റാൻ യേശുവില്ലയോ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ കഷ്ടപ്പാട് മാറ്റാൻ യേശു ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. എല്ലാം മാറിപ്പോകും. മാതാപിതാക്കൾ മാറിപ്പോകും, സമ്പത്ത് മാറിപ്പോകും, സഹോദരങ്ങൾ മാറിപ്പോകും, പ്രിയപ്പെട്ട ഭർത്താവ് വിട്ടുപോകും, പ്രിയപ്പെട്ട ഭാര്യ പറന്നുപോകും, മക്കൾ നഷ്ടപ്പെട്ടു പോകും. എല്ലാം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടാത്ത ഒരത്ഭുത വ്യക്തി അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആരെല്ലാം മാറിയാലും മാറാത്തവൻ, എല്ലാം ശവക്കുഴി വരെ മാത്രം നമ്മുടെ കൂടെ വരും. നമ്മുടെ കൂടെ അങ്ങ് മരണം വരെ എല്ലാം കൂടെ പോരും. മരണത്തിന് ശേഷം ആർക്കും വരാൻ സാധ്യമല്ല, ആർക്കും സഹായിക്കാൻ സാധ്യമല്ല. മരണം വന്ന് നമ്മെ പിടികൂടുമ്പോൾ, മരണത്തിൻ്റെ തണുത്ത കൈകൾ നമ്മെ തലോടുമ്പോൾ, അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നാം എല്ലാം നിസ്സഹായരായി പോകും. ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നാം മരണവേദന കൊണ്ട് വിഷമിക്കുന്ന സമയങ്ങളിൽ, ശ്വാസത്തിൻ്റെ ഉദ്വേഗത്താലും ആവേഗത്താലും നാം വലയുന്ന സമയങ്ങളിൽ, അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ അമ്പരപ്പോടെ നോക്കി നിൽക്കും. മക്കൾക്ക് ഏങ്ങലടിച്ച് കരയാൻ പറ്റും, ഭാര്യയ്ക്ക് അത് ദുഃഖത്തോടെ വേദനിച്ച് വിതുമ്പാൻ പറ്റും, ഭർത്താവ് അത് ദുഃഖത്തോടെ കണ്ണീരൊഴുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വിതുമ്പി ഏങ്ങലടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. അതിനപ്പുറം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അപ്പുറം ചെയ്യാൻ കഴിവുള്ളവൻ കർത്താവായ യേശുവാണ്. മരണത്തിൻ്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മോട് കൂടെ പോരുവാൻ കഴിവുള്ളവൻ, മരണനേരത്ത് നമ്മെ തലോടുന്നവനായ ക്രിസ്തു, മരണത്തിൻ്റെ വിനാഴികയിൽ നമ്മെ താങ്ങുന്നവനായ ക്രിസ്തു. ഈ ക്രിസ്തു, അവനെ മാത്രം നിങ്ങളുടെ നാഥനായി നിങ്ങൾ കൈക്കൊള്ളുവിൻ. നാളേക്ക് വേണ്ടി നിങ്ങളൊന്നും കരുതണ്ട.
നാളേക്ക് വേണ്ടി നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ പ്രതീക്ഷകൾ പോലെ നടക്കണമെന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയും നിങ്ങൾ നിരൂപിക്കുന്നത് പോലെയും നിങ്ങൾ കരുതുന്നത് പോലെയും എല്ലാം സംഭവിക്കണമെന്നില്ല. എല്ലാം മാറി മറഞ്ഞു പോകും. മാറാത്തവനായ യേശുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ അരികത്ത് കിട്ടിയിരിക്കുന്ന ഈ സമയം നിങ്ങൾ അവനെ കൈനീട്ടി വാങ്ങുക. അവനെ നിങ്ങൾ എതിരേൽക്കുക. അവനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് എതിരേൽക്കുക. അവനായി നിങ്ങൾ ഉള്ളം നിങ്ങൾ തുറക്കുക. അവന് നിങ്ങൾ വഴിയൊരുക്കുക. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്ന് കയറട്ടെ. അവന് വേണ്ടി നിങ്ങൾ വഴിയൊരുക്കുക. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന് പാത നിരപ്പാക്കുവീൻ. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ആ വഴിയിൽ നിന്ന് കല്ലും മുള്ളുമുണ്ട്. യേശു നടന്നു വരാൻ വയ്യാത്തതായ കല്ലും മുള്ളും വഴിയിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നീ പെറുക്കി മാറ്റുക. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ തടസ്സമായുള്ളതെല്ലാം നീ മാറ്റിക്കളയുക. അവിടെ കൊണ്ടുണ്ട്, കുഴിയുണ്ട്, അവിടെ തടസ്സങ്ങളുണ്ട്, വിഘ്നങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിക്കൊള്ളുക. യേശുവിനെ നീ എതിരേൽക്കുക. കർത്താവേ, ഞാൻ എല്ലാം അടിച്ചു തൂക്കുന്നു, എല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കുന്നു, ഞാൻ എല്ലാം കരടുകളെടുത്ത് കളയുന്നു. യേശുവേ, ഞാൻ എന്നെ തന്നെ അലങ്കരിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. സഹോദരങ്ങളെ, ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുള്ളൂ? എല്ലാം മാറുമ്പോഴും മാറാത്തവനായ യേശുവിനെ കിട്ടുന്നതല്ലയോ മഹാഭാഗ്യം? യേശുവിനെ ലഭിക്കുന്നതല്ലയോ നിത്യ സൗഭാഗ്യം? യേശു നിങ്ങളുടെ നാഥനായി തീരട്ടെ. യേശു നിങ്ങളുടെ കർത്താവായി തീരട്ടെ. യേശു നിങ്ങളുടെ ഉടമസ്ഥനായി തീരട്ടെ. യേശു നിങ്ങളുടെ രക്ഷകർത്താവായി തീരട്ടെ. യേശു നിങ്ങളുടെ സ്നേഹിതനായി തീരട്ടെ. യേശു നിങ്ങളുടെ ഉത്തമ സ്നേഹിതനായി മാറട്ടെ. യേശു നിങ്ങളുടെ നായകനായി മാറട്ടെ. യേശു നിങ്ങളുടെ നാഥനായി തീരട്ടെ. യേശു നിങ്ങളുടെ നിയന്താവായി മാറട്ടെ. യേശു നിങ്ങളെ നിയന്ത്രിക്കട്ടെ. യേശു നിങ്ങളെ ഭരിക്കട്ടെ. യേശു നിങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുക്കട്ടെ. യേശുവിനായി നിങ്ങൾ വിട്ടുകൊടുക്കുമോ? യേശുവേ, ഇതുവരെയും ഞാൻ എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു, ഞാനിതാ എന്നെ നിനക്ക് വിട്ടുതരുന്നു നിങ്ങൾ പറയുക. ഇതുവരെ എൻ്റെ കയ്യിൽ ഞാൻ എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു, പലതും ഞാൻ വിട്ടുതരാതെ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴിതാ എല്ലാം എനിക്കറിയാവുന്നതൊക്കെയും നാഥ, ഞാനും എനിക്കുള്ളതൊക്കെയും നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നിൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുകയാണ്. കുരിശിൻ ചുവട്ടിലേക്ക് താഴ്ത്തി വയ്ക്കുകയാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റിയ യേശുവേ, എന്നെ തന്നെ തിരുമുൻപാകെ ഞാൻ താഴ്ത്തി വെച്ചുകൊണ്ട് ഞാനിതാ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് യേശുവിനെ പ്രാപിക്കാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഞാൻ തിരുമുൻപാകെ സമർപ്പണമെടുക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, തിരുവചനം കേട്ട നിൻ്റെ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ നിൻ്റെ കരം വയ്ക്കണമേ. എൻ്റെ നാഥ, തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ വീണ്ടെടുക്കണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ നിൻ്റെ മക്കളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ.